പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ചോറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഇന്ന് ചോറ് വെച്ചിട്ട് എഗ് റൈസ് ആണ് ചെയ്യണത് കേട്ടോ. അപ്പം ഇത് സ്കൂളിൽ പോണ കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാനും ഇങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് റേഷൻ അരി കൊണ്ടിരുന്നു കേട്ടോ ഉണ്ടാക്കി വെച്ചാണ് ചോറ് വെച്ചേക്കണത് ആണോ. അപ്പം സ്കൂളിൽ പോണ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് ചോറിന് ചെയ്യണുള്ളൂ കേട്ടോ. വേറെ ചോറ് കുറച്ച് ഇരിക്കുന്നുണ്ട്, കറി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചെടുത്ത് കാണിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട, ഗ്രാമ്പു, ഇതിലേക്ക് 2 ഏലക്കായ. അപ്പോൾ അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാട്ടോ. അപ്പൊ ഇത് നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ചേർക്കാം. ഇതിലേക്ക് ഒരു തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, വഴറ്റി കൊടുക്കാം. വാടി വരട്ടെ. ഇപ്പൊ സ്കൂളിലേക്ക് കുട്ടികൾക്ക് തന്നെയല്ല നമുക്ക് ജോലിക്ക് പോണവർക്കൊക്കെ ഇതുപോലെ കൊണ്ടുപോകാം. അപ്പൊ കറിയുടെ ആവശ്യം ഉണ്ടാവില്ല. ഇത്തിരി നേരം വൈകിയാലും കുഴപ്പമില്ല, ഇങ്ങനെ കൊണ്ടുപോകാനേ. വാടി വരട്ടെ. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് നേരത്തെ എണീക്കാനൊക്കെ മിക്കവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ഇത്തിരി നേരം വൈകിയാലും ഇതുപോലെ ചോറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താലും മതി. ഒരു തട്ടിക്കുട്ട് കഴിക്കാനാണെങ്കിലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ലോണം വാടി വരട്ടെ. അപ്പൊ ആ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം മുളക് പൊടി, ഇത്തിരി ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം തോന്നുന്നു വഴറ്റിയെടുക്കാം കേട്ടോ. മൂത്ത് നല്ല സ്മെല്ല് വരട്ടെ. ഇതിലേക്ക് പെരിഞ്ജീരകത്തിന്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ. അതൊന്ന് ഇത് നല്ലോണം ഒന്ന് വാടി പച്ച മണൊക്കെ ഒന്ന് മാറിക്കിട്ടെ. ശേഷം ഇതിലേക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് 3 കോഴിമുട്ട ഉടച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊത്തിപ്പൊരിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് ലേശം കുരുമുളക് പൊടി ഇട്ടോ. ഒക്കെ എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൊത്തിപ്പൊരിച്ചെടുക്കാം. എല്ലാം കൂടെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ അതിട്ട് കൊടുക്കട്ടെ. ഏതരിയിലും കുഴപ്പമില്ല. ബിരിയാണിയുടെ അരി ഉണ്ടല്ലോ, അതോ ജീരകശാല റൈസോ. ഇതിപ്പോ ഞാൻ റേഷൻ്റെ അരിയാണ് ഇട്ടെടുത്തേക്കണത്. നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്ര ഇട്ടാൽ മതി. കൂടുതൽ ചോറായ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് ടേസ്റ്റ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കട്ടോ.
നല്ലോണം അതൊന്ന് മിക്സാക്കി കൊടുക്കും. ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവാണ്. ഉപ്പ് കല്ലുപ്പായി കാരണം ഞാൻ ഇത്തിരി കലക്കിയിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി ചോറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഒരു പാത്രം വരെ തുടയ്ക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക കേട്ടോ. അടിപൊളി ചോറാണ് കേട്ടോ. റേഷനരി എന്ന് പറയില്ല, ആ സ്മെല്ല് പോലും ഇല്ല കേട്ടോ. വെള്ളരിക്കൊരു സ്മെല്ല് ഉണ്ടാവില്ല, അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.